എല്ലാവർക്കും വരാഹിയമ്മൻ പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് നിത്യപ്രാർത്ഥനയുടെ 3-ാം ദിവസമാണ്. വരാഹി ദേവിയെക്കുറിച്ചുള്ള നാമങ്ങളൊക്കെയും നിത്യവും ഉച്ചാരണ പിശകില്ലാതെ ഹൃദയശുദ്ധിയോടെ നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സകലവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്നുവരും. വരാഹി ദേവിയുടെ പാദപത്മങ്ങളിൽ തൊഴുതുകൊണ്ട് നമ്മുടെ നിത്യപ്രാർത്ഥന തുടരാം. വരാഹി ദേവിയെക്കുറിച്ചുള്ള ഓരോ നാമങ്ങളും ശ്രവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തിലേക്ക് ദേവിയുടെ ദിവ്യ ചൈതന്യം പതിക്കുന്നു. കടലോളമാണ് ദേവിയുടെ മഹാത്മ്യങ്ങളൊക്കെയും. മിന്നൽ പിണറിൻ്റെ ശോഭയാർന്ന മകുടമണിഞ്ഞവളാണ് വരാഹി ദേവി. ഈ പ്രപഞ്ചത്തിൻ്റെ സർവസൃഷ്ടിയും ദേവിയിലാണ്. പുലർകാലങ്ങളിലും ത്രിസന്ധ്യ കഴിഞ്ഞും ദേവിയുടെ ഈ തിരുനാമങ്ങളൊക്കെയും നമുക്ക് ജപിച്ചു തുടങ്ങാം. ഈ നാമങ്ങളൊക്കെയും ജപിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികളെല്ലാം തനിയെ വഴിമാറിപ്പോകും. വരാഹി ദേവിയിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. നമ്മുടെ ഹൃദയത്തോട് ദേവിയെ ചേർത്ത് വയ്ക്കുക. ദേവിയിൽ അടിയുറച്ച് വിശ്വസിക്കുക. ദേവി നമുക്ക് മുന്നിലെ എല്ലാ ബന്ധനങ്ങളും നിഷ്പ്രഭമാക്കും. നമ്മുടെ സുഖാവസ്ഥയിലും ദുഃഖാവസ്ഥയിലും ദേവി കൂടെ തന്നെ ഉണ്ടാവും. ആത്മാർത്ഥമായ പ്രാർത്ഥനയും സ്നേഹവും പരിപൂർണമായി ദേവിയിൽ സമർപ്പിക്കുക. ദേവി നമ്മളിൽ സംപ്രീതയായി അനുഗ്രഹവർഷം ചൊരിയും. ഇനി നമ്മളെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ ആരുമില്ലെങ്കിലും നിങ്ങൾ മുന്നോട്ടു പോവുക, ലക്ഷ്യത്തോടടുക്കുക. ജീവിതത്തിലുണ്ടായ മുറിവുകൾ പാഠങ്ങളാക്കി മുന്നോട്ടു പോവുക. വരാഹി ദേവി നമ്മളിലെ എല്ലാ ദുഃഖങ്ങൾക്കും വിഷമതകൾക്കും പരിഹാരം കാണിച്ചു തരും. വരാഹി ദേവിയെ നിത്യവും മുടങ്ങാതെയുള്ള പ്രാർത്ഥന തുടരുക. ദേവിയിൽ അടിയുറച്ച് വിശ്വസിക്കുക. പഞ്ചബ്രഹ്മസ്വരൂപിണിയായ ശ്രീ വരാഹി ദേവി സമക്ഷം നമ്മൾ വയ്ക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും പരിഹാരം കാട്ടിത്തരും. വരാഹി ദേവിയിലേക്കുള്ള പ്രയാണം അതീവ ഗഹനമാണ്. ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സർവചരാചരങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടിയും പ്രാർത്ഥന തുടരുക. സർവ ഐശ്വര്യങ്ങളും നമ്മളിൽ വന്നു ചേരും. സർവചരാചരങ്ങളെയും പരിപാലിച്ച് ശരണാഗതിയായി വാഴും ശ്രീ വരാഹി ദേവി അല്പായുസ്സുകളായ നമ്മുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റി കാത്തരുളിയിടണമേ എന്നുള്ള ഉള്ളൊരുകിയുള്ള പ്രാർത്ഥന ദേവീപ്രീതിക്കായി നിത്യനാമജപത്തോടെ ദേവിയെ നമ്മൾ സ്തുതിച്ചുകൊണ്ട് തുടരാം ഓരോ ദിനങ്ങളും. നിത്യപ്രാർത്ഥനയ്ക്കായുള്ള ഇന്നത്തെ നാമം ഓം കോലമുഖ്യേ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥമിതാണ്: പന്നിവായുള്ളവൾക്ക് നമസ്കാരം. ദേവി നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും വിഴുങ്ങി ദഹിപ്പിക്കുകയും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഓം ജഗദംബായേ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം മറ്റാരുമല്ല, പ്രപഞ്ച ദിവ്യമാതാവായ ശ്രീലളിതയ്ക്ക് നമസ്കാരം എന്നതാണ്. ദേവിയുടെ ഓരോ നാമങ്ങളുടെയും അർത്ഥങ്ങൾ മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥന തുടരാം. ഓം കോലമുഖ്യേ നമഃ. ഓം ജഗദംബായേ നമഃ. 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 ഓം
कोलमुख्यै नमः। ॐ जगदम्बायै नमः। ॐ 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 कोलमुख्यै नमः। ॐ
जगदम्बायै नमः। ॐ कोलमुख्यै नमः। ॐ जगदम्बायै नमः। ॐ कोलमुख्यै नमः। ॐ जगदम्बायै नमः। ॐ कोलमुख्यै नमः। ॐ जगदम्बायै नमः। ॐ कोलमुख्यै नमः। ॐ जगदम्बायै नमः। ॐ कोलमुख्यै नमः। ॐ जगदम्बायै नमः। ॐ कोलमुख्यै नमः। ॐ जगदम्बायै नमः। ॐ कोलमुख्यै नमः। ॐ जगदम्बायै नमः। ॐ कोलमुख्यै नमः। ॐ जगदम्बायै नमः।